ആ നിമിഷം വൈഭവിന്റെ കൈകൾ സിദ്ധുവിന്റെ കോളറിൽ നിന്ന് പതുക്കെ നീങ്ങി. വിരലുകൾ നിശ്ചലമായി. മുഖത്തെ ചുവപ്പ് ഒരു നിമിഷം പേടിയും വേദനയും ചേർന്നു മങ്ങി. അവന്റെ മനസ്സിനകത്ത് വീണ്ടും നടാഷയുടെ മുഖം തെളിഞ്ഞു. ആട്ടിപ്പായിച്ചിട്ടും പുറകെ വന്നിട്ടേയുള്ളൂ. പെണ്ണിനെപ്പറ്റി എല്ലാം അറിഞ്ഞപ്പോഴേക്കും സഹതാപം വേണ്ട, ജോലി മതി എന്ന് ഉറച്ചു പറഞ്ഞവൾ. ഓടിച്ചു വിട്ടാലും ഞാൻ പോവില്ലെന്ന് പറഞ്ഞവൾ. അങ്ങനെ ആ പെണ്ണിന്റെ ജീവൻ നിറഞ്ഞ മുഖം അവനിൽ നിറഞ്ഞു. വിച്ചു. പെട്ടെന്ന് തോളിൽ കൈ ചേർത്ത് വിളിച്ചത് കേട്ട് വൈഭവ് കണ്ണുകൾ തുറന്നു നോക്കി. CI സഞ്ജയ് ആണ്. സിദ്ധു വിളിച്ചപ്പോഴേ ഞാനിങ്ങ് പോന്നടാ. ഫോർമാലിറ്റീസ് ഒക്കെ ഞാൻ നോക്കിക്കോളാടാ. സഞ്ജു. ഒരു അനാഥ ശവം പോലെ ആയി പോകരുത് അവള്, മനസ്സിലായോ? ഇടറിപ്പോയെങ്കിലും കടുത്ത ശബ്ദത്തിൽ തന്നെ വൈഭവ് സഞ്ജയോട് അത് പറഞ്ഞതും വൈഭവിന്റെ തോളിൽ വീണ്ടും തട്ടിയിട്ട് അവൻ പാളത്തിനടുത്തേക്ക് പോയി. സഞ്ജയ് ഉള്ളതുകൊണ്ട് ഫോർമാലിറ്റീസ് ഒക്കെ വേഗം തീർത്തു. നടാഷയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മോർച്ചറിക്ക് മുന്നിൽ വൈഭവിനൊപ്പം സിദ്ധുവും ശിവയും ഉണ്ടായിരുന്നു. നടാഷയുടെ മരണം അറിഞ്ഞതും കേട്ട പാതി ഓടി വന്നതാണ് ശിവ. കാലിൽ ചാരി കൈകെട്ടി നിൽക്കുന്ന വൈഭവിനരികെ അവന്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് നിലപ്പുറപ്പിച്ചിരിക്കുകയാണ് ശിവ. അവളുടെ കലങ്ങിയ കണ്ണുകൾ അവനിൽ തന്നെയാണ്. ആ പൂച്ച കണ്ണുകൾ വല്ലാതെ ചുവന്നു കയറി നിൽപ്പുണ്ട്. അത് കാണുന്തോറും ശിവയുടെ ഉള്ളിൽ ഭയമേറുവാണ്. പെട്ടെന്ന് മോർച്ചറി റൂം തുറന്ന് സഞ്ജയ് വെളിയിൽ വന്നു. വിച്ചു. വൈഭവിനരികെ വന്നവൻ വിളിച്ചതും എങ്ങോട്ടോ നോട്ടം പായിച്ചു നിന്നവൻ ആ വിളി കേട്ടില്ല. വിച്ചു ഡാ. സഞ്ജയ് വീണ്ടും വിളിച്ചതും ഞെട്ടലോടെ അവനെ നോക്കി വൈഭവ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ഇനി നടാഷയുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഡോക്യുമെന്റ്സുമായി വന്നാൽ ബോഡി നമുക്ക് വിഡ്രോ ചെയ്യാം. ബോഡിയിൽ നിന്ന് ഐഡന്റി കാർഡ് ഒന്നും കിട്ടിയിട്ടില്ല. ഈ നടാഷയ്ക്ക് വേണ്ടപ്പെട്ടവർ ആരേലും ഉണ്ട്, അവരിപ്പോ എത്തും. സഞ്ജയ് പറഞ്ഞു നിർത്തും മുന്നേ വൈഭവിന്റെ ശബ്ദം ഒന്നുയർന്നു. ശിവയും സിദ്ധുവും ഒന്ന് പരസ്പരം നോക്കി. അപ്പോഴേക്കും വൈഭവിന്റെ ഓഫീസ് കാറുകളിൽ ഒന്ന് അവിടെ വന്നു നിന്നു. വൈഭവിന്റെ നോട്ടം അങ്ങോട്ടേക്ക് പോയി. അതിൽ നിന്ന് 2 പെൺകുട്ടികൾ ഇറങ്ങി. ഒരാൾക്ക് 20ഓ 22ഓ പ്രായം തോന്നിക്കും. അവൾ ചേർത്ത് പിടിച്ചു വരുന്ന പെൺകുട്ടിക്ക് ഏറിയാൽ 16ഓ 17ഓ. വൈഭവ് അവർക്കരികിലേക്ക് ചെന്നു. വൈഭവ് സാർ, എന്റെ നിത്യേച്ചി. വൈഭവിനെ കണ്ടപാടെ മൂത്ത പെൺകുട്ടി വിതുമ്പി ചോദിച്ചു. നവ്യ, ഈ സാറിന്റെ കൂടെ അകത്തേക്ക് ചെല്ല്. നയന വേണേൽ ഇവിടെ നിന്നോട്ടെ. വേണ്ട, എനിക്കും കാണണം എന്റെ ചേച്ചിയെ. വൈഭവ് പറഞ്ഞത് കേട്ട് നയന അവളുടെ ചേച്ചിയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. പിന്നെ വൈഭവ് ഒന്നും പറഞ്ഞില്ല. ഇരുവരെയും സഞ്ജയ്ക്കൊപ്പം മോർച്ചറിക്ക് അകത്തേക്ക് വിട്ടു. ഉണ്ണേട്ടാ, ആ കുട്ടികൾ ആരാ? ശിവ വൈഭവിനരികെ ചെന്ന് ചോദിച്ചു. അത് നടാഷയുടെ അനിയത്തിമാരാ, നവ്യയും നയനയും. പക്ഷേ അവര് നിത്യ എന്നല്ലേ പേര് പറഞ്ഞ ശിവ ഞെട്ടലോടെ ചോദിച്ചു. അവര് പറഞ്ഞത് ശരിയാണ്. ആ മോർച്ചറിയിൽ കിടക്കുന്നത് അവർക്ക് നടാഷയല്ല. ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി നോക്കുന്ന അവരുടെ ചേച്ചി നിത്യ അരവിന്ദാണ്. വൈഭവ് പറഞ്ഞത് കേട്ട് ശിവയും സിദ്ധുവും വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. കണ്ണൂരിലെ ഒരു ചെറിയ വില്ലേജാണ് കോളയാട്. അവിടുത്തുകാരായിരുന്നു നിത്യയുടെ പേരൻസ്. നിത്യയ്ക്ക് 15 വയസ്സുള്ളപ്പോഴാ അവരുടെ പേരൻസ് ഒരു ബസ് പുഴയിലേക്ക് മറിഞ്ഞ് അപകടത്തിൽ മരിക്കുന്നത്. അന്ന് നവ്യയ്ക്ക് 15ഉം നയനയ്ക്ക് 5 വയസ്സോ മറ്റോ ആണ് പ്രായം. ആദ്യമൊക്കെ ഈ 3 കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ബന്ധുക്കാരും നാട്ടുകാരും ഒക്കെ നോക്കി. പയ്യെ പയ്യെ അതൊക്കെ കുറഞ്ഞു വന്നു. നിത്യ ഡിഗ്രി കഴിഞ്ഞപ്പോഴാ മുംബൈ ബേസ് ചെയ്ത ഒരു ഏജൻസിക്കാർ അവരെ സമീപിക്കുന്നേ. UK-യിൽ തുടർ പഠനത്തോടൊപ്പം ജോലിയും അവൾക്ക് വാഗ്ദാനം ചെയ്തു. അനിയത്തിമാരുടെ ഭാവി ഓർത്ത് നിത്യ അവർക്കൊപ്പം പോയി. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. പാസ്പോർട്ടൊക്കെ എടുത്ത് 3 മാസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് മുംബൈയിലേക്ക് അവളെ കയറ്റിവിട്ടു. പക്ഷേ അവിടെ ചെന്നപ്പോഴാ താൻ ചതിക്കപ്പെടുകയായിരുന്നുവെന്ന് ആ പെണ്ണിന് മനസ്സിലായത്. അതൊരു സെക്സ് റാക്കറ്റ് ആയിരുന്നു. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ നല്ല പഠനം, ജോലി എന്നൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് മുംബൈയിൽ എത്തിക്കുന്ന ഒരു ടീം. അവരുടെ പുതിയ ഇരയായിരുന്നു അവളും. 20-ാം വയസ്സിൽ മാനം നഷ്ടപ്പെട്ടു. ശരീരം വിൽക്കുന്ന പെണ്ണായവൾ. ഒന്നും അറിയാതെ എല്ലാ പെൺകുട്ടികളെ പോലെയും ആത്മഹത്യ ചെയ്യാനാ അവളും നോക്കിയത്. എന്നാൽ ചേച്ചി രക്ഷപ്പെട്ടിട്ട് തങ്ങൾക്കായി വരുന്നതും കാത്ത് നാട്ടിൽ 2 അനിയത്തിമാർ ഉണ്ട് എന്ന ബോധം ആ പെണ്ണിന്റെ മനസ്സിനെ കട്ടിയാക്കി. അങ്ങനെ നിത്യ അരവിന്ദൻ നടാഷയായി. ഒരു ഹൈ ക്ലാസ്. മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, കൊച്ചി, പിന്നെ ഇവിടെ അങ്ങനെ നഗരങ്ങൾ മാറി മാറി ജോലി ചെയ്തു. തന്റെ അനിയത്തിമാരെ ഒരു നല്ല കോൺവെന്റ് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു അവൾ. നവ്യ മംഗലത്തും കോളേജിൽ MBBS ലാസ്റ്റ് ഇയറാ. നയന +1-നും. ചേച്ചി ആരാണെന്നോ ചേച്ചിയുടെ ജോലി എന്താണെന്നോ ആ അനിയത്തിമാർക്ക് അറിയില്ല. ഒന്നേ അവർക്ക് അറിയാവുള്ളൂ, കഴിഞ്ഞ 8 വർഷമായി ആ ചേച്ചി അവരെ പട്ടിണിക്ക് ഇട്ടില്ലെന്ന്. വൈഭവ് അത്രയും പറഞ്ഞു നിർത്തിയതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ശിവ അവന്റെ നെഞ്ചിലേക്ക് വീണു. ആ പെണ്ണ് അനുഭവിച്ചതും കടന്നു വന്നതുമായ വേദനയൊക്കെ കേട്ട് ശിവയുടെ ഉള്ള് നൊന്തുപോയി. വിരോധത്തെക്കാൾ വലുതായി സഹതാപം, വെറുപ്പിനേക്കാൾ ആഴത്തിൽ ഒരു ചോദ്യമായ കരുണ പൊങ്ങി വന്നു. സിദ്ധുവിന്റെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. കണ്ട നാൾ തൊട്ട് വെറുപ്പ് മാത്രമേ നടാഷയോട് തോന്നിയിട്ടുള്ളൂ. വൈഭവിനെ അവൾ സഹായിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴും വലിയ ഇഷ്ടമൊന്നും തോന്നിയിരുന്നില്ല. കാശിനു വേണ്ടി ചെയ്യുന്നു, അത്രേ തോന്നിയുള്ളൂ. പക്ഷേ ആ പെണ്ണിന്റെ ഭൂതകാലം അതവളെക്കുറിച്ചുള്ള സകല നിഗമനങ്ങളും തെറ്റിച്ചെന്ന് അവന് മനസ്സിലായി. പെട്ടെന്ന് ഉച്ചത്തിലുള്ള ഒരു നിലവിളി അവിടെ ഉയർന്നു.
നടാഷയുടെ മോടി മോച്ചറിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് നവിയും നയനയും വാവിട്ട് കരയുകയാണ്. അത് കണ്ട ശിവ അവർക്കടിയിലേക്ക് ഓടിച്ചെന്നു ആ രണ്ട് പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ചു. തല ചായ്ക്കാൻ ഒരിടം കിട്ടിയതുപോലെ നവിയും നയനും ശിവയെ മുറുകെ പുണർന്ന് വാവിട്ട് കരഞ്ഞു. തങ്ങളുടെ ചേച്ചിയുടെ ജീവനറ്റ ശരീരം നോക്കി. ഇലക്ട്രിക് ക്രൈമട്ടോറിയത്തിൽ നടാഷയുടെ ശരീരം സംസ്കരിച്ചു. നവിയെയും നയനെയും നവസിലേക്ക് കൂട്ടുമെന്ന് ശിവ പറഞ്ഞതും ആ കുട്ടികൾ അത് നിഷേധിച്ചു. ഇന്ന് രാത്രി അവർ നടാഷയുടെ വീട്ടിൽ താമസിച്ചോളാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശിവയും വൈഫവും അത് എതിർത്തില്ല. അവർക്ക് കൂട്ടിനായി രണ്ടുപേരെയും ആ വീട്ടിൽ നിർത്തിയിട്ട് ശിവയും വൈഫവും നവസിലേക്ക് തിരിച്ചു. ഒരുപാട് രാത്രിയായിട്ടാണ് അവർ നവസിലെത്തിയത്. കാറിൽ നിന്ന് ഇറങ്ങിയതും അവിടെ മുറ്റത്ത് നിൽക്കുന്ന ആളെ ശിവയും വൈഫവും കണ്ട് ഒന്ന് അമ്പരന്നു. മുത്തശ്ശൻ. ശിവ അറിയാതെ പറഞ്ഞുപോയി. ജരാനരകൾ ബാധിച്ച ഒരു വീണ രാജാവിനെ പോലെ അവർക്ക് മുന്നിൽ നിൽക്കുകയാണ് മാണിക്യമംഗലത്തെ കാർന്നോർ ശേഖരവർമ്മ. അയാളുടെ കുഴിഞ്ഞ കണ്ണുകളും ക്ഷീണം നിറഞ്ഞ മുഖവും ശോഷിച്ച ശരീരമൊക്കെ കണ്ടപ്പോൾ ശിവയ്ക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി. അന്ന് മാണിക്യമംഗലത്ത് നിന്ന് അമ്മയുമായി പടിയിറങ്ങിയത് പിന്നെ മുത്തശ്ശനെ കണ്ടിട്ടില്ല. അവൾ വീട്ടിലേക്ക് നോക്കി. ഉമ്മറത്ത് സേതുവും അനിതയുമുണ്ട്. കൂടെ വാമികയും മൂവരുടെയും നോട്ടം മുറ്റത്ത് നിൽക്കുന്ന ശേഖരവർമ്മയിലാണ്. അവരെ നോക്കേണ്ട മോളെ, അകത്തേക്ക് കയറിയിരിക്കാൻ സേതു പറഞ്ഞതാ. അത് അയാളുടെ മര്യാദ. പക്ഷേ ഞാനാ വേണ്ടെന്ന് പറഞ്ഞത്. എന്തോ ഈ വീട്ടിൽ കാൽകുത്താൻ അർഹതയില്ലെന്ന് തോന്നി. ക്ഷീണം നിറഞ്ഞ വാക്കുകളായ ദയനീയമായൊരു ചിരിയോടെ ശേഖരൻ പറഞ്ഞതും വൈഫവിന്റെ കയ്യിൽ മുറുകി പിടിച്ചു ശിവ. മുത്തച്ഛൻ എന്തിനാ വന്നേ? വൈഫവാണ് ചോദിച്ചേ. നാളെ മാണിക്യമംഗലത്ത് വരണം. എൻ്റെ കുട്ടികൾ നിങ്ങളുടെ അമ്മയെയും കൂട്ടി വാമിയുമായി. മുത്തശ്ശൻ പറഞ്ഞതും ശിവയും വൈഫവും പരസ്പരം നോക്കി. കണ്ണടയാൻ സമയമായ പോലൊരു തോന്നൽ. അതിനു മുന്നേ ചില കാര്യങ്ങൾ തീരുമാനിക്കണം. അതിനെൻ്റെ മക്കളെല്ലാം ഒരുമിച്ച് ഒരിക്കൽ കൂടി മാണിക്യമംഗലത്തെ മുറ്റത്ത് വേണം. ഇത് പറയാനല്ല, അപേക്ഷിക്കാനാ ഈ കളവൻ വന്നത്. എൻ്റെ മക്കൾ എതിർക്കരുത്. ശിവയെ നോക്കിയാണ് ശേഖരൻ അവസാന വാക്കുകൾ പറഞ്ഞത്. അവളൊന്നും മിണ്ടിയില്ല, കേട്ടുകൊണ്ട് നിന്നതല്ലാതെ. പോകുക. പിന്നിൽ ഉമ്മറത്ത് നിൽക്കുന്ന സേതുവിനെയും മാമിയെയും നോക്കിയിട്ട് വൈഭവിനെയും ശിവയെയും നോക്കി പറഞ്ഞു ശേഖരൻ മുന്നോട്ട് നടന്നു. ഞാൻ കൊണ്ടുവിടാം മുത്തശ്ശ. വേണ്ടുണ്ണി, ആദ്യ എന്നെയും കൊണ്ട് വന്നേ. അവനുണ്ട് കാറിൽ. കാര്യം അവനെന്നെ വെറുപ്പാണെങ്കിലും ഇപ്പോൾ ഒരു താങ്ങിന് ആ കുട്ടിയേ ഉള്ളൂ. വേദന കലർന്ന ചിരിയോടെ പറഞ്ഞു ശേഖരൻ മുന്നോട്ട് നടന്നു തുടങ്ങിയതും ഒന്നുകൂടെ ശിവയെ നോക്കി. പിന്നെ ഒരാൾ ആ വീട്ടിൽ മോളെ കാത്തു കഴിയുന്നുണ്ട്. നിന്നെ കണ്ട നാൾ മുതൽ ജീവന് തുല്യം സ്നേഹിച്ച ഒരു മുത്തശ്ശി. വെറുപ്പും പകയുമൊക്കെ എന്നോടാവാം ആവോളം. പക്ഷേ ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ അവളെ ഒന്ന് പോയി കാണണം മോള്. നല്ലതേ വരൂ. അത്രയും കൂടി പറഞ്ഞ് അവളെ നോക്കി പറഞ്ഞിട്ട് ശേഖരൻ തൻ്റെ കാറിൽ കയറിപ്പോയി. അതൊന്ന് നോക്കിയിട്ട് വാമിക അകത്തേക്ക് വെട്ടിത്തിരിഞ്ഞുപോയി. അമ്മ പോകുന്നത് കണ്ട ശിവയും വേഗം വീട്ടിലേക്ക് നടന്നു. വൈഫവ് മാത്രമല്ല, നീയും മാണിക്യമംഗലത്തെ കൊച്ചുമകനല്ലേ? എന്നിട്ട് അവന് കിട്ടുന്ന സ്നേഹമോ പരിഗണനയോ അംഗീകാരങ്ങളോ ഒന്നും നിനക്ക് കിട്ടിയിട്ടില്ല. അത് നേടിയെടുക്കണ്ടേ? വിദ്യ ചോദിച്ചതിന് മുന്നിൽ നിന്നവൻ ഒന്ന് മൂളി. നാളെ എല്ലാവരും ഉണ്ടാവും മാണിക്യമംഗലത്ത്. ഇതാണ് പറ്റിയ അവസരം. ശിവാവുമായി വൈഫവ് എത്തിയാൽ നിനക്ക് നല്ലൊരു അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം. ഒറ്റ നിമിഷം, ഒറ്റ അവസരം. തീർക്കണം വൈഭവനെ നീ. മനസ്സിലായോ? ഉള്ളിൽ നന്നേ ഭയമുണ്ടെങ്കിലും ഒരു ഉറപ്പ് മൂളൽ കൊണ്ടവൻ കൊടുത്തു. അത് കേട്ടതും വിദ്യയുടെ മുഖം വിടർന്നു. ഗാഢമായ ഒരു ക്രൂര ചിരി അവരിൽ നിറഞ്ഞു. ഒരു കട്ടിയുള്ള ഷാളും പുതച്ചുകൊണ്ട് ശിവ പുറത്തേക്കിറങ്ങി. രാത്രിയിലെ മഞ്ഞിനൊപ്പം നല്ല കടൽക്കാറ്റും കൂടി ചേർന്ന് നല്ല തണുപ്പുണ്ട് നവസിന്റെ മുറ്റത്ത്. അവൾ ഗാർഡനിലേക്ക് നോക്കി. അവിടെ സ്റ്റോൺ ബെഞ്ചിൽ ഇരിക്കുവാണ് ആനി. അവനടുത്ത് കടലിലേക്ക് നോക്കി ഇരിപ്പുണ്ട് വൈഭവ്. വൈഭവ് ഇന്ന് എവിടെയായിരുന്നു എന്ന അനിയുടെ ചോദ്യത്തിന് നടാക്ഷയുടെ മരണവും അവളുടെ കാര്യങ്ങളുമൊക്കെ അനിയോട് സംസാരിക്കുകയായിരുന്നു വൈഭവ്. ശിവ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴേക്കും വൈഭവിനെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് അനി ഇങ്ങു പോന്നിരുന്നു. എതിരെ വന്ന ശിവയെ കണ്ടതും ചെറുചിരിയോടെ അവളുടെ തലയിലൊന്ന് തഴുകി അകത്തേക്ക് നടന്നു അനിരുദ്ധൻ. വലിയേട്ടനോട് എന്താ എൻ്റെ ഡോക്ടർ പറഞ്ഞത്? നടാക്ഷയുടെ കാര്യമാണോ? വൈഭവിനെ പിന്നിൽ നിന്ന് പുണർന്നു ശിവ തിരക്കി. എല്ലാം പറഞ്ഞു ഏട്ടനോട്. ഏട്ടൻ അറിയേണ്ടതെല്ലാം പറഞ്ഞു. കണ്ണുകൾ എങ്ങോട്ടോ പായിച്ചു ഗൗരവത്തോടെ പറയുന്നവനെ കാണെ ശിവയുടെ ഉള്ളു വല്ലാണ്ട് പിടച്ചു. രാവിലെ മുതൽ ഇനി ഈ നിമിഷം വരെ ആ മുഖം ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത്. ശിവ അവൻ്റെ മേലുള്ള പിടുത്തം ഒന്നുകൂടി ഇറക്കി. യുവർ ഹാർട്ട് ഈസ് ബീപ്പിംഗ് ഫാസ്റ്റ് ആമി. പെട്ടെന്ന് അവൻ പറഞ്ഞത് കേട്ട് പെണ്ണ് കണ്ണും തള്ളി നോക്കിയതും വൈഭവ് അവളെ മുന്നിലേക്ക് വലിച്ചു. പെണ്ണിനെ ഇരു കൈകൾ കൊണ്ടും പൊതിഞ്ഞു പിടിച്ചത് ഒരുമിച്ചായിരുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് മുഖമിടിച്ചു നിന്നുപോയി ശിവ. ഈ നെഞ്ച് എന്തിനാ ഇപ്പൊ ഇങ്ങനെ കിടന്ന് വേഗത്തിൽ മിടിക്കുന്നത് എന്നാ ചോദിച്ചത്. ആർ യു നെർവസ് ഓർ സംതിങ് ബോദറിങ് യു? പെണ്ണിന്റെ പിടയ്ക്കുന്ന മിഴികളിൽ തന്നെ നോട്ടമിട്ട് അവൻ ചോദിച്ചു. അവളുടെ ഉള്ളിൽ വല്ലാതെ തുടിക്കുന്ന ശബ്ദം വൈഭവിന് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻ്റെ പേടിയും വിമിഷ്ടവുമൊക്കെ ഇപ്പോൾ നിങ്ങളാ ഉണ്ണേട്ടാ. എനിക്ക് പേടിയാവുന്നു ഏട്ടൻ്റെ ഈ നിശബ്ദത. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെയാണോ ഇതെന്ന് ഒരു ഭയം.
എന്തിനും ഏതിനും മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്ന ഡോക്ടറെ എനിക്കറിയാം. പക്ഷേ ഇങ്ങനെ മൗനിയായി അടങ്ങി നിൽക്കുന്ന എൻ്റെ ഈ വൈഭവിനെ കാണുമ്പോൾ നെഞ്ചു മാത്രമല്ല എൻ്റെ ഉള്ളു മുഴുവൻ കത്തുക. ഉള്ളിലെ ഭയം മുഴുവൻ വാക്കുകൾ കൊണ്ട് അവനെ നോക്കി പറഞ്ഞു ശിവ ഒരു കുഞ്ഞിനെ പോലെ തന്നിൽ ഒട്ടിനിന്ന് നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി പറയുന്ന പെണ്ണിനെ കാണെ അവൻ്റെ പൂച്ച കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായി. യു ആർ മാഡ് മിസ്സസ് ശിവാമി വൈഭവ്. ചുണ്ടിൽ അവൾക്കായി അപ്പോൾ വിരിഞ്ഞ ചെറുചിരിയോടെ പെണ്ണിന്റെ ഉണ്ട കവലിൽ ഒന്ന് വലിച്ചുവിട്ട് വൈഭവ് പറഞ്ഞു. ഊതി വീർപ്പിച്ച മുഖത്ത് അവന്റെ ചിരി കണ്ട് ആശ്വാസമായതും ശിവയും ചിരിച്ചു. അതെ, എനിക്ക് ഭ്രാന്ത് തന്നെയാ. നിങ്ങളെന്ന ഭ്രാന്ത്. അതിന് മാറാൻ പോകുന്നില്ല ഡോക്ടറെ. അതിന് ചികിത്സയുമില്ല. പറഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ വീണ്ടും മുഖം ചേർത്ത് അവനെ ഇറക്കി ശിവ. അവളുടെ നെറ്റിയിലൊന്ന് ആഞ്ഞുമുത്തി വൈഭവും അവളെ പൊതിഞ്ഞു പിടിച്ചു. പതിയെ അവന്റെ വലത് കൈ പെണ്ണിന്റെ അടിവയറിൽ തഴുകിവിടുന്നുമുണ്ട്. സ്നേഹവും സംരക്ഷണവും പോലെ കുറച്ചു നിമിഷങ്ങൾ അവർ അങ്ങനെ നിന്നു. നടാഷ തന്ന പെൺഡ്രൈവിൽ എന്തായിരുന്നു ഉണ്ണിയേട്ടാ? അവന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ ശിവ ചോദിച്ചു. അന്നേരം അവളുടേതിലും വേഗത്തിൽ അവന്റെ ഹൃദയം ഇടിക്കുന്നുണ്ടെന്ന് ശിവയ്ക്ക് തോന്നി. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലുമാണോ അതിൽ? നിന്നോട് പറയാൻ പറ്റാത്തതായി ഈ വൈഭവിന് ഒന്നുമില്ലെന്ന് അറിയില്ലേ അമ്മി? പിന്നെ നടാഷ അവസാനമായി എനിക്കായി കരുതി വെച്ച ഉത്തരമാണ് ആ പെൺഡ്രൈവിനുള്ളിൽ. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ അതിനെനിക്ക് നാളെ ഒരു ദിവസം കൂടി വേണം. തീപാർന്ന കണ്ണുകളുമായി കടുത്ത സ്വരത്തിൽ അവൻ പറഞ്ഞതും ശിവ അവനെ മുഖമുയർത്തി നോക്കി. അപ്പോ നാളെ തറവാട്ടിൽ പോകുന്നുണ്ടോ? വൈഭവ് പറഞ്ഞത് കേട്ടപ്പോൾ അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് മുത്തശ്ശൻ തറവാട്ടിലേക്ക് ക്ഷണിച്ചതാണ്. നിനക്ക് പോണോ? അറിയില്ല. ആ മുറ്റത്ത് നിന്നിറങ്ങി വരുമ്പോൾ ഇനി ഒരിക്കലും അവിടേക്ക് ചെല്ലാൻ അനുവദിക്കതേ എന്നേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പൊ പോണോന്ന് ചോദിച്ചാൽ പോകണം. ശിവ പറഞ്ഞു മുഴുവിപ്പിക്കും മുന്നേ വാമികയുടെ ശബ്ദം അവിടെ ഉയർന്നു. ശിവയും വൈഭവും ഒരുമിച്ച് തിരിഞ്ഞു നോക്കിയതും കണ്ടു അവർക്കടുത്തേക്ക് വരുന്ന വാമികയെയും കുറച്ചു മാറി വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന അനിയെയും ചൈത്രയും. അമ്മേ, അത് അറിയാം. ആ മുറ്റത്ത് കാൽ കുത്തുന്നത് പോലും എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ലെന്ന് അമ്മയ്ക്ക് അറിയാം. എൻ്റെ മോളുടെ കൈ പിടിച്ച് ആ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇനി അവിടേക്കൊരു മടക്കമില്ലെന്ന് ഞാനും നിശ്ചയിച്ചതാ. പക്ഷേ നാളെ നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തണം. മാണിക്യമംഗലത്തെ ശേഖരൻ എന്തിനു വേണ്ടിയാ നിങ്ങളെ എല്ലാവരെയും വിളിപ്പിക്കുന്നത് എന്നെനിക്ക് അറിയില്ല. ഒന്നറിയാം, ആ മണ്ണും വീടും അത് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാ. എൻ്റെ എല്ലാ മക്കൾക്കും അതിൽ തുല്യ അവകാശമാ. എനിക്കത് വേണ്ട അപ്പമ്മേ. സ്വന്തം കാലിൽ നിൽക്കാൻ വൈഭവിന് അറിയാം. എൻ്റെ പെണ്ണിനും ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും മാത്രമല്ല, ഒരു 3-4 ആയുഷ്കാലം കഴിയാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വാമിയയ്ക്ക് പറഞ്ഞതിന് മറുപടി കൊടുത്തത് വൈഭവായിരുന്നു. അതെനിക്കറിയാം ഉണ്ണി. നിന്റെ വിയർപ്പിന്റെ ലാഭം കുറെ മംഗലത്തുമില്ലേ? നീയും അനിയും കൂടി ചുമതലയേറ്റതിൽ പിന്നെയല്ലേ മംഗലത്ത് ഗ്രൂപ്പ്സ് ലോകം കണ്ടു തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ ഒരു യോഗ്യതയുമില്ലാത്തവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മുമ്പ് സൗപർണികച്ചയും കുറെ കഷ്ടപ്പെട്ടതാ ആ ഹോസ്പിറ്റലിന് വേണ്ടി. അതൊന്നും വേറെ ആർക്കും അവകാശപ്പെടാനുള്ളതല്ല. ഒന്നും വേണ്ടെന്ന് വെച്ച് ഒരിക്കൽ ഒരു കൈ പിടിച്ചിറങ്ങിയതാ ഞാൻ. എന്നിട്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചോ അവര്? ഇല്ല. അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് കിട്ടാനുള്ളത് കിട്ടണം. അത് വാങ്ങിച്ചു തരേണ്ടത് അമ്മ എന്ന എൻ്റെ കടമയാണ്. അതുകൊണ്ട് നിങ്ങൾ 4 പേരും നാളെ മാണിക്യമംഗലത്ത് ഉണ്ടാവണം. കണ്ണിൽ വല്ലാത്തൊരു വ്യഗ്രതയോടെ ഉറപ്പുള്ള സ്വരത്തിൽ പറയുന്ന വാമികയെ ഇമ ചിമ്മാതെ നോക്കി നിന്നു ശിവ. ഇന്നോളം അമ്മ അനുഭവിച്ച വേദനയാണ് ഇന്നാ വാക്കുകളിലെ ശക്തിയെന്ന് അവൾക്ക് മനസ്സിലായി. ഞങ്ങൾ പോകും അമ്മേ. വാമിയുടെ കയ്യിൽ പിടിച്ച് ഉറപ്പു പറഞ്ഞു ശിവ. അവൾ വൈഭവിനെ നോക്കിയപ്പോൾ അവനും കണ്ണുകൾ കൊണ്ട് അത് ശരിവെച്ചിരുന്നു. രാത്രിയുടെ ഇരുട്ടിൽ കയ്യിലിരുന്ന ഫോണിന്റെ ടോർച്ച് ഓണാക്കി അനിത പതിയെ സ്റ്റോർ റൂം ലക്ഷ്യമാക്കി നടന്നു. തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതുപോലെ മീരയെ പൂട്ടിയിട്ടിരുന്ന റൂമിന്റെ ലോക്ക് മാറ്റി ആ കതക് പകുതി തുറന്നിട്ടു. എന്നിട്ട് ആരും കാണാതെ ഭിത്തിയുടെ മറവിൽ ഒളിച്ചിരുന്നു. താഴെ ഇളക്കുന്ന ശബ്ദം കേട്ട് മയങ്ങിക്കിടന്ന മീര കണ്ണ് ചിമ്മി തുറന്നു. അപ്പോൾ പാതി ചാരിയ റൂമിന്റെ വാതിൽ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. അവൻ തന്നെയാവും ഇത് ചെയ്തത്. ചിരിയോടെ മനസ്സിൽ പറഞ്ഞു അവൾ വേഗം എഴുന്നേറ്റ് പയ്യെ റൂമിൽ നിന്നിറങ്ങി. ഒരിക്കൽ വന്ന വഴി ഓർത്തതുപോലെ പിൻഭാഗത്തുള്ള വലിയ ജനാല തുറന്നു അതുവഴി വെളിയിൽ ചാടിയവൾ. മീര പോകുന്നതെല്ലാം ഒളിഞ്ഞു നിന്ന് കണ്ട അനിതയുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരി വിടർന്നു. പിറ്റേന്ന് രാവിലെ അത്ര ഉഷാറില്ലാതെയാണ് ശിവ ഒരുങ്ങുന്നത്. അതിന് കാരണം അവളുടെ തെമ്മാടി ഡോക്ടറാണ്. രാവിലെ കണ്ണു തുറന്നപ്പോൾ അടുത്ത് അവനില്ല. ഉള്ളത് കബോർഡിന്റെ മിററിൽ സ്റ്റിക്ക് ചെയ്ത ഒരു നോട്ടായിരുന്നു. അർജന്റായി ഒന്ന് പുറത്തു പോകുന്നു, താമസിക്കാതെ വരും, ഒരുങ്ങി നിന്നോ, ഒന്നിച്ചു പോകാൻ തറവാട്ടിൽ. അത്രയുമായിരുന്നു അതിൽ എഴുതിയിരുന്നത്. തലേ രാത്രി ഈ ദിവസം ആൾക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിവ അവനെ പിന്നെ ഫോണിൽ വിളിച്ചില്ല. കണ്ണാടിയിൽ നോക്കി നെറുകയിൽ നീളത്തിൽ സിന്ദൂരം കൊണ്ട് ചുമപ്പിക്കുമ്പോഴാണ് അവളുടെ ഫോൺ അടിച്ചത്. പരിചയമില്ലാത്ത നമ്പർ കണ്ടതും നെറ്റി ഒന്ന് ചുളുക്കി അവൾ ആ കോൾ എടുത്തു. ഹലോ. ഹലോ മോളെ, ഇത് ശിവാമിയാണോ? അതെ, ഞാൻ ശിവാമിയാണ്. ആരാ വിളിക്കുന്നേ? വിറച്ചുകൊണ്ട്
മറുതലയ്ക്കൽ നിന്ന് വന്ന ചോദ്യം കേട്ട് ശിവ സംശയത്തോടെ തിരക്കി. മോളെ, ഞാനാ ലതിക, അനിയുടെയൊക്കെ അമ്മ. നന്നേ നേർത്ത സ്വരത്തിൽ പയ്യെ അവർ പറഞ്ഞത് കേട്ട് ശിവയുടെ മിഴികൾ ഞെട്ടലോടെ വിടർന്നു. ആ ലതികാമ്മേ, അമ്മ എവിടെയാ? തിരിച്ചു വന്നോ? വന്നു മോളെ. ഇന്നലെ രാത്രി ആശ്രമത്തിൽ വന്നപ്പോഴാ നിങ്ങൾ എന്നെ കാണാൻ ഇവിടെ വന്ന കാര്യം അറിഞ്ഞത്. മോള് ഇവിടെ കൊടുത്ത നമ്പർ ഇന്നലെ തന്നെ കിട്ടിയതാ. പക്ഷേ ഇന്നലെ രാത്രി വിളിക്കാൻ തോന്നിയില്ല. അറിയില്ലല്ലോ ആരാ അടുത്തുള്ളതെന്ന്. അവര് പറഞ്ഞത് കേട്ടതും അത് നന്നായി എന്ന് ശിവയ്ക്കും തോന്നി. ഇന്നലെ മുഴുവൻ തനിക്കരികിൽ ഡോക്ടർ ഉണ്ടായിരുന്നതും അവൾ ഓർത്തു. അമ്മ എവിടെയാ ഇപ്പോ? എനിക്ക് അമ്മയെ ഒന്ന് അത്യാവശ്യമായി കാണണം. എനിക്ക് മോളെയും ചൈത്രമോളെയും കാണണം. ഞാനിവിടെ മഹാദേവന്റെ അമ്പലത്തിൽ കാണാം. മക്കൾ ഇവിടെ വരുവോ ഇപ്പോ? വരാം അമ്മേ ഞങ്ങൾ. അമ്മ അവിടെ തന്നെ നിന്നോ, ഞങ്ങൾ ഇപ്പോൾ എത്താം. ധൃതിയിൽ വേഗം പറഞ്ഞു ശിവ ആ കോൾ വെച്ചു. അവൾക്കപ്പോൾ എത്രയും പെട്ടെന്ന് ലതികയുടെ അരികിൽ എത്തണമെന്നേ ഉള്ളായിരുന്നു. വേഗം മുറിയിൽ നിന്നിറങ്ങി ചിത്തുവിനെ വിളിക്കാനായി പോയപ്പോഴാണ് ചിത്തുവും അനിയും ഒന്നിച്ച് മാണിക്യമംഗലത്തേക്ക് പുറപ്പെട്ട കാര്യം ശിവ ഓർത്തത്. ഷോ, ഇനി എന്താ ചെയ്യുന്നേ? നഖം കടിച്ച് ശിവ ഓർത്തപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന അനിതയെ അവൾ കണ്ടത്. അടുത്ത നിമിഷം തിളങ്ങുന്ന കണ്ണുകളുമായി അവൾ അനിതയ്ക്ക് അടുത്തേക്ക് നടന്നു.